ഹായ് വാംകോ ഫാമിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ഹ്രസ്വ വീഡിയോയിൽ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്, പല ആൾക്കാരും സംശയങ്ങൾ ചോദിച്ചാലും അവർക്ക് സംശയം തീരുന്നില്ല. ഇതെങ്ങനെ നടാം, എത്ര ആഴം വേണം, അത് മാത്രം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇത് വാംകോ ഫാമിൻ്റെ തന്നെ ഇപ്പോൾ ഇന്നലെ പണി കഴിഞ്ഞ ഒരു തോട്ടമാണ്. ഇത് c-മംഗളയാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മുമ്പ് റബ്ബറായിരുന്നു. റബ്ബർ കഴിഞ്ഞ വർഷം ഞങ്ങൾ വെട്ടി നേന്ത്രവാഴ വെച്ചു. അതിൽ നിന്ന് ആദ്യത്തെ നേന്ത്രവാഴ കൊലയൊക്കെ കൊത്തി അതിൻ്റെ ഇത് നമ്മളിപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ എത്ര അടി വേണം എന്നുള്ള ഒരിതാണ്. ഇങ്ങനെ 8 അടി, ഇങ്ങനെ 10 അടി. 1 8. ഇനി ഇവിടുന്ന് ഇതേപോലെ 1 2 5 6 7 8 9 10. ഇത് തട്ട് സ്ഥലമായതുകൊണ്ടാണ് നമ്മൾ അത് ഫോളോ ചെയ്തത്. ഇനി ഇതിൽ നമുക്ക് വാഴ ഇപ്പോൾ ഇതിന് വലിയ ഷെയ്ഡൊന്നും പ്രശ്നമില്ല. ഈ വെയിലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിവിടെ കുന്നിൻ്റെ തട്ട് സ്ഥലമാണ്, അതുകൊണ്ട് ആ വലിയൊരു പ്രശ്നമില്ല. പിന്നെ നമ്മൾ അധികം ചെയ്തിട്ടുള്ളത് ഈ സൈഡിലൂടെ, താഴെ റോഡ് പോകുന്നുണ്ട്. അപ്പോൾ സൈഡിലൂടെ നമ്മൾ 2 കവുങ്ങും തൈ വിട്ടാൽ പിന്നെ ഒരു തെങ്ങും തൈ, അത് സൈഡിൽ മാത്രം. മറ്റേ ബാക്കിയെല്ലാം c-മംഗള ഒന്നിച്ച് ചെയ്തതാണ്. ഇത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ അളവ് പല ആൾക്കും അടിക്കണക്ക് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെ തോന്നുന്നുണ്ട്. നമ്മളെ കാലിൻ്റെ ഒരടി ഇവിടുന്ന് ഇങ്ങനെ കാല് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 8 ചവിട്ട് അങ്ങോട്ടേക്ക്, 10 ചവിട്ട് അങ്ങോട്ടേക്ക്. അപ്പോൾ അതാണ് അടി. ഇനി ഇത് നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ കുഴി എത്ര വേണമെന്ന് ഇതാ നിങ്ങളിപ്പോൾ നോക്ക്. ഏകദേശം എൻ്റെ ഈ മുട്ടിൻ്റെ ഇവിടെ വരെയാണ് ഈ കുഴിയുള്ളത്. അപ്പോൾ നമ്മളിത് 3 അടി കുഴിയെടുത്തു. അതിൽ 1 അടി മേൽമണ്ണും ചാണകപ്പൊടി എല്ലുപൊടിയും ഇട്ട് നമ്മൾ ഇത് 1 അടിയുള്ള കവുങ്ങും തൈ. ഇത് കഴിഞ്ഞ നമ്മൾ ഏകദേശം നവംബർ ഡിസംബറിൽ അടക്ക മുളപ്പിച്ച് ഉണ്ടാക്കിയ തൈയാണ്. അതിപ്പോൾ നമ്മൾ നട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നടുന്നതിന് മുമ്പ് എന്താ ചെയ്തത്, നമ്മൾ കുറച്ച് എല്ലുപൊടി ഇട്ടു, ചാണകപ്പൊടി ഇട്ടു, കുറച്ച് വേപ്പും മണ്ണാക്കും അടിയിലിട്ട് നമ്മൾ നട്ടതിന് ശേഷം നമ്മളിതാ പച്ചിലത്തോല് ഇതുപോലെയുള്ള ഇത് നമ്മൾ ഫുള്ള് അതിൽ ഇതാക്കി. അപ്പോൾ നല്ല ബെഡ് പോലെ ആയി. ഇനിയിപ്പോൾ നമുക്ക് വെള്ളമൊക്കെ അടിക്കുമ്പോൾ പൈപ്പ് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാലും അതിൻ്റെ വേരിനോ ഇതോ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് നടീൽ രീതി. അപ്പോൾ ഇത് തട്ട് സ്ഥലത്ത്, ഇനി ചെരിവുള്ള സ്ഥലത്താണെങ്കിലും ഇതേ ഈല്, കുഴിയൊക്കെ ഇതേ ഈല് നിങ്ങൾ എടുത്താൽ മതി. വയലിൽ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഇതിപ്പോൾ നമ്മുടെ തട്ട് സ്ഥലമാണ്. അപ്പോൾ അവിടെ കുറച്ച് ഹൈറ്റിൽ, ഇപ്പോൾ ഈ വാഴ വെച്ച പോലെ ലേശ ഹൈറ്റിൽ ഇതാക്കി ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു കുഴി പോലെ മാത്രം ഇതാക്കി അതിൽ തൈ വെച്ച് കൊടുക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, ഇതിൽ വെള്ളം ഇങ്ങനെ പോകാൻ വേണ്ടി ചെറിയൊരു ചാല് കീറി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ ഈ വളമോ ഇതൊക്കെ ഇട്ട്, നമുക്ക് മണ്ണ് കിട്ടാത്ത സ്ഥലമാണെങ്കിൽ ഇപ്പോൾ ഇതില്ല, മണ്ണ് കിട്ടുന്ന സ്ഥലമാണെങ്കിൽ ഇത് ഉയരുന്നതിനനുസരിച്ച് നമുക്ക് ലേശം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വളരെ നല്ല രീതിയിൽ വരും. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇത്രയേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ചെറിയൊരു ഹ്രസ്വ വീഡിയോ. ഇതിൻ്റെ വിശദമായ വീഡിയോ ഒക്കെ വിത്തടക്ക കിട്ടുന്ന സമയത്ത് നമ്മൾ ചെയ്യും. ഏതായാലും ഒക്ടോബർ ലാസ്റ്റ് നിങ്ങൾ വിത്തടക്ക ആവശ്യമുള്ള എല്ലാവരും വിളിക്കുക. എല്ലാവർക്കും ഞാൻ അവിടെ എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും അയച്ചു തരും നമ്മൾ വിത്തടക്ക. നല്ല ക്വാളിറ്റിയുള്ള 3-ാം വർഷം തന്നെ കായ്ക്കുന്ന വാംകോ ഫാമിൻ്റെ ഒരു ഗ്യാരണ്ടിയാണത്. കാരണം സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര അടക്ക വേണമെങ്കിൽ നമ്മൾ അയച്ചു തരാം. 50 ആണെങ്കിൽ 100 ആണെങ്കിൽ 1000 ആണെങ്കിൽ 2000 ആണെങ്കിൽ പല ആൾക്കുണ്ട് സംശയമുണ്ട് 50 അടക്കയൊക്കെ ഞങ്ങൾക്ക് അയച്ചു തരുമെന്ന്. നമ്മളിതൊരു ലാഭം പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും 50 അടക്കി നിങ്ങൾക്ക് കൊറിയറിലോ പാർസലിലോ ഏതാണെന്ന് ഇത് വെച്ച് നമ്മൾ അയച്ചു തരും. ഒന്നും കൂടെ ഞങ്ങളടുത്ത് പറയട്ടെ, ഈ കവുങ്ങും തൈ ഇപ്പോൾ എല്ലാം നമ്മൾ കാണിച്ചല്ലോ. ഈ തൈ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത മാസം മുതൽ വെയിലായിരിക്കും. അപ്പോൾ ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് ഈ ഇലയാട്ടം ഇല്ലാത്ത സമയത്ത് വെയിൽ കൊണ്ട് അത് വാടിപ്പോവും. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു കമ്പെടുത്ത് ഇത് രണ്ട് കമ്പാക്കി നമ്മളിവിടെ ഇങ്ങനെ കുത്തി കൊടുത്ത്
ഇത്ര ഇത് മതി, ഹൈറ്റ് മതി. ഇവിടെ ഒന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മളെ ഓല, തെങ്ങിൻ്റെ ഓലയോ മറ്റോ ഇവിടെ ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. അപ്പോൾ എന്ത് പറ്റി, നമ്മൾ ഈ തെക്കൻ വെയിൽ ഇതിന് അടിക്കില്ല. ഇതിങ്ങനെ 2 വർഷം നമ്മൾ ഇങ്ങനെ കെട്ടിക്കൊടുക്കണം. ബാക്കി വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതിനൊരു ഷെയ്ഡും കൊടുത്തു. അപ്പോൾ അത് ഇത്ര പൊക്കത്തിൽ വന്നാൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ അത് കാറ്റത്തെ ഇലയൊക്കെ ആടിക്കോളും, അതിനൊരു കുഴപ്പമില്ല. അപ്പോൾ അതും കൂടി നിങ്ങൾ ഈ കവുങ്ങ് തൈ നട്ടാലൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നമ്മളെ ഈ ചെറിയൊരു വീഡിയോ നിർത്തുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്യണമെന്ന് പറയുന്നു, സബ്സ്ക്രൈബും ചെയ്യുക. കൂടുതൽ കവുങ്ങ് കൃഷിയെ പറ്റിയുള്ള വീഡിയോ ഞങ്ങൾ തുടരെ ഇടുന്നതായിരിക്കും. നിങ്ങൾ ഏത് സംശയം എപ്പോഴും ഒരു 6 മണിക്ക് ശേഷം വൈകുന്നേരം നിങ്ങൾ വിളിച്ചാൽ വളരെ വിശദമായി നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്കുള്ള അറിവ് എനിക്കും പങ്കുവെച്ചാൽ എനിക്കും അത് എൻ്റെ വാംകോ ഫാമിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ഫോളോ ചെയ്യും. എൻ്റെ ചെറിയ അനുഭവം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരമാണെന്നുണ്ടെങ്കിൽ അതും നമുക്കൊരു വാംകോ ഫാമിന് ഒരു ചാരിതാർത്ഥ്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.